2000-ഓളം ആളുകൾ ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇന്നലെ രാത്രി ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഒരു അരമണിക്കൂറിനകം തന്നെ ഇവിടേക്ക് 600-ഓളം പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഫൈനലി അൽ ഹിന്ദിന്റെ ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂവൽ അറ്റസ്റ്റേഷൻ ആൻഡ് വിസ ഫെസിലിറ്റേഷൻ സെന്റർ UW മാളിൽ നമ്മൾ തുറന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ലോകത്തിലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വന്ന് സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കേന്ദ്രമാണ്. 75ഓളം ആളുകൾക്ക് അറ്റ് എ ടൈമിൽ വർക്ക് ചെയ്യാവുന്ന ഒരു സംവിധാനം ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 12,000-ഓളം സ്ക്വയർ ഫീറ്റിൽ ഇങ്ങനെ സംവിധാനം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എംബസി അണ്ടറിൽ വേറെ എവിടെയില്ല. വേൾഡിൽ തന്നെ ഇത് നമ്പർ 1 ആണ്. എല്ലാ സൗകര്യവും 16 ലൊക്കേഷൻ ഉണ്ട്. എല്ലാ സ്ഥലത്തും എല്ലാ പ്രയോറിറ്റി തന്നെയാണ്. പിന്നെ വേറെ പ്രീമിയം എല്ലാവരെയും ഒരുപോലെ കാണുക എന്നുള്ളതാണ്. ഏതാണ്ട് 30 മിനിറ്റിനുള്ളിൽ സർവീസ് കഴിഞ്ഞ് പുറത്തിറക്കാവുന്ന ഒരു സംവിധാനമാണ്. മൊത്തം 19 ദിറംസ് മാത്രമേ ഇതിന് സർവീസ് ചാർജ് ഉള്ളൂ. ഫോട്ടോയും ഫോട്ടോ കോപ്പിയും പിന്നെ കൊറിയറൊക്കെ ഉൾപ്പെടെ. ഇവിടെ 75 കൗണ്ടറുണ്ട് ഇവിടെ മാത്രം. ഇപ്പോഴത്തെ ബുക്കിംഗ് അനുസരിച്ച് 1900 ബുക്കിംഗ് ഉണ്ട്. ഓൾമോസ്റ്റ് 2000 ബുക്കിംഗ് ഉണ്ട്. ഇവിടെ മാത്രം 800-ഓളം ബുക്കിംഗ് ഉണ്ട്. അതിന് പരിഹാരമാണ് ഗവൺമെൻറ് കണ്ട പരിഹാരമാണ്. മൊത്തം കഴിഞ്ഞതിൻ്റെ ഒരു 4 ഇരട്ടിയാണ് സംവിധാനങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നാവും. എല്ലാ സ്ലോട്ടും ഫ്രീ ആവുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇല്ല, അത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇത് ടെൻഡറാണല്ലോ. ആ ടെൻഡർ അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ശരിക്കും 8000 പേർക്കോളം കൊടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ ഫെസിലിറ്റി അനുസരിച്ചിട്ട് 8000 പേർക്ക് ദിവസം സർവീസ് കൊടുക്കാൻ പറ്റും. ഇതൊന്നുമില്ല, ഒരു പരിപാടിയില്ല. എല്ലാവർക്കും 30 മിനിറ്റിൽ കഴിഞ്ഞ് തിരിച്ചു പോകാൻ പറ്റണം എന്നുള്ളതാണ്. ഞങ്ങളെല്ലാ ടെൻഡറിലും ഉണ്ടാവില്ല. ഞങ്ങൾ 10-14 വർഷമായിട്ട് ടെൻഡറിലുണ്ട്. പല കാരണങ്ങളാലും പിന്നെ ടെൻഡർ കിട്ടാതെ പോയതാണ്. പിന്നെ 8.5 വർഷത്തോളമായിട്ട് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ 4 ഏജൻസി അതിൽ നമ്മൾ ഒന്നാണ്. 8 വർഷമായിട്ട് നമ്മൾ ആ ടെൻഡർ തുടരുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്കാരുള്ളൊരു സ്ഥലം, മലയാളികളുള്ള സ്ഥലം കൂടിയാണ് UAE. അപ്പോൾ നമുക്കൊരു വലിയ ആശ്വാസത്തിൻ്റെ ദിവസമാണ് ഇന്ന് അൽ ഹിന്ദ് ഏറ്റെടുക്കുന്നത്. അത് മാത്രമല്ല 19 ദിർഹം മാത്രമേ സർവീസ് ചാർജ് ഈടാക്കുന്നുള്ളൂ. അതേത് കൊറിയർ അടക്കം നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത് ഒരു വലിയ സഹായം ഇന്നത്തെ ദിവസത്തിൽ പാസ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിലും സന്തോഷമുണ്ട്. ഇതിനൊരു അറുതിയായത്. താങ്ക് യു.